ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല പെയിനൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഇതിനെ കാണാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാണ് ഡോക്ടറെ കാണാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ എല്ലാവരും കാണാൻ വന്നായിരുന്നു. കൊച്ചമ്മയുണ്ട്, ഇത് സൂര്യ ചേച്ചി, ദിവ്യ ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന കേട്ടോ സൂര്യ ചേച്ചി. ഇവർ രണ്ടുപേരും സെയിം ഏജാണ്. അപ്പച്ചിയുടെ അമ്പിയമ്മയുടെ മോളാണ് കേട്ടോ സൂര്യ ചേച്ചി. സൂര്യ ചേച്ചിയുടെ മൂത്ത മോനാണ് കേട്ടോ അവിടെ കൂടെ നിന്ന് അച്ചൂട്ടൻ. അതുപോലെ തന്നെ സൂര്യ ചേച്ചിയുടെ രണ്ടാമത്തെ മോന് ദേവൂട്ടൻ. പിന്നെ സനീഷേട്ടനും സനീഷേൻ്റെ അമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സൂര്യ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ട് കുറേ നേരം എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ കിടക്കുന്നിടത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ അമ്മും നന്ദനയൊക്കെ കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇപ്പം കാണുമ്പോഴാട്ടോ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ വേദന കൂടുതലായതുകൊണ്ട് ഞാൻ ആകെ ടോയ്ലറ്റിൽ പോകാൻ മാത്രമാണ് എഴുന്നേൽക്കുന്നത്. ഡോക്ടർ നടക്കാൻ പറഞ്ഞിരുന്നുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേദന കൂടി വന്നപ്പോൾ നമുക്ക് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. അപ്പോൾ ആ നടപ്പ് കുറഞ്ഞു. എന്നിട്ട് പിന്നെ കിടപ്പ് തന്നെയായി. അത്യാവശ്യം ടോയ്ലറ്റിൽ പോകാൻ മാത്രം എഴുന്നേൽക്കലായി. അപ്പോൾ അങ്ങനെ വേദനയ്ക്ക് ഡോക്ടർ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അങ്ങനെ ആയപ്പോഴാണ് ഡോക്ടർ നമ്മളോട് വരാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സൂര്യ ചേച്ചി സനീഷേട്ടനും അമ്മയും അച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും പതുക്കെ നടന്നിറങ്ങി അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ചിറ്റ മാറ്റമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് തണുപ്പാകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതേലാണ് കേട്ടോ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കും കേട്ടോ. എപ്പോഴും ഒരേപോലെ കിടക്കുന്നതും ബുദ്ധിമുട്ടാണ്, ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, നടക്കുന്നത് ബുദ്ധിമുട്ടാണ്, എല്ലാം ബുദ്ധിമുട്ടാണേ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് സർജറിയുടെ ആ ഒരു പെയിൻ ആയിരിക്കും, അത് പതുക്കെ മാറുമായിരിക്കും കേട്ടോ. പക്ഷേ എങ്കിൽ പിന്നെ മനസ്സിലായി ഇത് സാധാരണഗതിയിൽ വരുന്ന ഒരു പെയിൻ അല്ല, അതിനേക്കാൾ കൂടുതലാണെന്ന് മനസ്സിലായപ്പോഴാണ് ഡോക്ടറെ വിളിച്ച് പറഞ്ഞതും ഒക്കെ കേട്ടോ. അങ്ങനെ എന്തായാലും അവർ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കൊച്ചമ്മയുണ്ട് ഇവിടെ. ഇവർക്ക് ഓണപ്പരിപാടിയായിരുന്നു കേട്ടോ ഇന്ന്. ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ പോയിട്ട് വന്നതായിരുന്നു. അവർ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കൊച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചനെയും കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. കൊച്ചൻ വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ, തനു ചാടി അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻ്റായി എല്ലാവരുമായിട്ട്. ഇത്രയും ദിവസം നിന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാവരോടും അങ്ങ് ഇഷ്ടമാണ്. അങ്ങനെ വണ്ടി കയറിപ്പോയപ്പം ആദ്യം കുറച്ച് പാടായിരുന്നു കയറാനായിട്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ നോക്കി നിന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇതാ കൊച്ചൻ വന്നിട്ട് എന്നോട് വേദന എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അമ്മുവും ദിവ്യ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മുവാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ കൊച്ചമ്മയുണ്ട്. പിന്നെ രാജകൊച്ചനൊക്കെ ആണെങ്കിലും ഓണത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 10 മിനിറ്റ് പോലും ഞാൻ അവിടെ ഇരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി കിടന്നു. ഇതാ കൊച്ചനെ കൊഞ്ചിക്കുന്നതൊക്കെ കാണാൻ തന്നു. കൊച്ചനെ മാത്രമല്ല എല്ലാവരുടെ അടുത്തും അവൾ അങ്ങനെയാണ് കേട്ടോ. ഇവരെല്ലാവരുമായിട്ട് അവൾ പെട്ടെന്ന് അടുത്തു. അത് എനിക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം അവളുടെ ആ ഒരു എല്ലാവരോടുള്ള ഒരു സ്നേഹം കാണുമ്പോഴേ അങ്ങനെ. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് വയ്യാന്ന് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അമ്മ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരും. എൻ്റെ അടുത്തൊന്നും മാറത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങൊക്കെ തുടങ്ങി. അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്ന. കാര്യം അഡ്മിറ്റ് ആക്കുവാണെങ്കിൽ നിൽക്കാൻ പാകത്തിന് എല്ലാം ഒക്കെ ആയിട്ടാട്ടോ പോകുന്നത്. പിന്നെ വൈകുന്നേരം അമ്പിയമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്പിയമ്മയും കണ്ണൻചേട്ടനും കൂടെ. പിന്നെ രാജിക്കൊച്ചനുണ്ട്. അച്ഛൻ വന്നായിരുന്നു പാലായിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ടാട്ടോ അച്ഛൻ വന്നത്. പിന്നെ കണ്ണൻചേട്ടനുണ്ട്, അപ്പുണ്ട്, എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. പിന്നെ കണ്ണൻചേട്ടൻ്റെ വൈഫ് ആതിര ഉച്ചയ്ക്ക് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പിള്ളേരും കൂടെ. അങ്ങനെ എല്ലാവരെയും കണ്ടു. ചിറ്റയാണെങ്കിൽ വൈകിട്ടത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നേ. പിന്നെ എല്ലാവരും വൈകിട്ട് പോയി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. നമ്മളെ അങ്ങനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിനുവിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ദിനു ബാംഗ്ലൂർ ഉണ്ടെങ്കിലും നല്ല ടെൻഷനിലാണ്. കാരണം ഇത്രയും ദിവസത്തെ ലീവ് കഴിഞ്ഞ് പോയതായതുകൊണ്ട് ഉടനെ വരണ്ട, നോക്കാം, സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ലീവ് എടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വരാത്തത്. കാര്യം ഇത്രയും ദിവസം ലീവായിരുന്നല്ലോ, പോയി അങ്ങോട്ട് ചെന്നെല്ലാം ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും പിന്നെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ ബുദ്ധിമുട്ടല്ലേ, ഓടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും മാത്രമല്ല ലീവ് എടുക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ പിള്ളേരെയും കൊണ്ട്. കൊച്ചനും ചിറ്റയും ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് പിന്നെ പൊക്കോളാൻ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ മതിയല്ലോ എന്നും പറഞ്ഞിട്ട്. വീട്ടിൽ നിന്നാണെങ്കിലും ദിനുവിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അച്ഛനോടും അമ്മയോടും പതുക്കെ വന്നാൽ മതി,
ധൃതി വെച്ച് വരണ്ടാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഡോക്ടർ MRI എടുത്തു, എക്സ്റേ എടുത്തു, എല്ലാം എടുത്ത് ചെക്ക് ചെയ്തപ്പം വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ട്, അത് മാത്രമേ ഒരു റീസൺ ആയിട്ട് കാണുന്നുള്ളൂ. പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യാത്ത പെയിനാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ പെയിനുള്ള മെഡിസിനൊക്കെ തരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കിടക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല പെയിനാണ്. അപ്പോൾ എന്തായാലും ഓണമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. സാരമില്ല, ഓണം എല്ലാ വർഷവും ഉണ്ടല്ലോ. ഞാനൊന്ന് നേരെ നടക്കാനും വേദന കുറഞ്ഞ് നടക്കാനും ഒന്ന് തുടങ്ങിയാൽ മതി എന്നുള്ള എല്ലാവർക്കും പ്രാർത്ഥന. കാരണം എൻ്റെ വേദന കണ്ടു നിന്ന എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ഞാനൊന്ന് ഓക്കെ ആയിട്ട് നടന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ കഷ്ടകാല സമയം കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പം ഡോക്ടറാണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്ത് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല, എന്തായാലും ശരിയാവും. എന്തോ നമുക്കൊരു, ഞാൻ പറഞ്ഞ പോലെ ഇനിയും പരീക്ഷണങ്ങളുടെ സമയമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വേദന പിന്നെയും വന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടാണെങ്കിലും മരുന്നെടുത്തിട്ടാണെങ്കിലും എനിക്ക് പെയിൻ ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് എടുത്താൽ മതി, നടക്കണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. ബാക്കിയുള്ള സമയം കിടക്കുക തന്നെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ട്, പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും അച്ഛനും അമ്മയും വരും. ധൃതി വെച്ച് വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ വരാത്തത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾ എല്ലാവരും അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. ഞങ്ങളുടെ ഓണം എന്തായാലും ഇത്തവണ ഇവിടാണ്. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഓണമൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ തനു ആണെങ്കിൽ ഉറക്കം വന്നപ്പോൾ ചേച്ചി ഉറക്കിയാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കി. അങ്ങനെ പിന്നെ പാത്തു കൊണ്ട് നടന്ന് ഉറക്കമാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ചെറിയ ചെറിയ വാശിയൊക്കെ ഉണ്ട് തനുവിന്, കാരണം എല്ലാവരുടെയും കൂടെ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ മാത്രമായിട്ട് ഒരു റൂമിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ചെറിയ ചെറിയ വാശിയും വഴക്കും ഒക്കെ ഉണ്ട്. എന്നാലും മാനേജ് ചെയ്ത് പോകുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള 2-3 പേരെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നെന്നറിയാം എല്ലാവർക്കും. അതുപോലെ തന്നെ കട്ടപ്പനയിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അവിടുത്തെ വ്ളോഗുകൾ ഇഷ്ടമായിരുന്നെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അപ്പം വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഹെൽത്തിൻ്റെ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.